എവ്രി വൺ. സോ നമ്മുടെ ബൂട്ട്സ്ട്രാപ്പിലെ നെക്സ്റ്റ് ഒരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ഗ്രിഡ് സിസ്റ്റം. ബൂട്ട്സ്ട്രാപ്പ് ഗ്രിഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്, എങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എന്താണ് ഗ്രിഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ബൂട്ട്സ്ട്രാപ്പ് വരുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഒരു വെബ്സൈറ്റ് റെസ്പോൺസീവ് ആക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമായിരുന്നു. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫ്ലെക്സ് ബോക്സസും ഗ്രിഡും കാര്യങ്ങളെല്ലാം യൂസ് ചെയ്തിട്ട് വേണമായിരുന്നു നമ്മൾ എന്ത് ചെയ്യാൻ, ഓരോ വെബ്സൈറ്റുകളും അതിനനുസരിച്ച് റെസ്പോൺസീവ് ആയിട്ടുള്ള രീതിയിൽ വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ഒരു പ്രൊഡക്റ്റിൽ ഇപ്പോൾ നമുക്ക് ലാർജ് സ്ക്രീനിൽ ഉള്ള ലേഔട്ടുകൾ നമ്മൾ സ്മോളർ സ്ക്രീനിലോട്ട് വരുന്ന സമയത്ത് ചേഞ്ച് ചെയ്യാന്ന് പറയുമ്പോൾ അതൊക്കെ അത്യാവശ്യം ചാലഞ്ചിങ് ആയിട്ടായിരുന്നു നമുക്ക് CSS ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സെനേറിയോ നമുക്ക് ബൂട്ട്സ്ട്രാപ്പിലോട്ട് വരുന്ന സമയത്ത് ഒരുപാട് സിംപ്ലിഫൈ ചെയ്തിട്ടാണ് നമുക്ക് ബൂട്ട്സ്ട്രാപ്പ് ഗ്രിഡ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്ത് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഗ്രിഡ് സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതും അത് എങ്ങനെയാണ് നമ്മളെ ഇത്തരത്തിലുള്ള റെസ്പോൺസീവ്നെസ്സിനെ ഏറ്റവും ഈസി ആയിട്ട് അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ത്രൂ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ, ദെൻ എന്താണ് ഗ്രിഡ് സിസ്റ്റം? Okay, Bootstrap 5 grid system. Bootstrap grid system is built with flex boxes and allows up to 12 columns across the page. അതായത് ഗ്രിഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ബൂട്ട്സ്ട്രാപ്പിന്റെ ഗ്രിഡ് സിസ്റ്റം നമുക്ക് ഫ്ലെക്സ് ബോക്സസ് യൂസ് ചെയ്തിട്ട് ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഇത് എങ്ങനെ വർക്ക് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എൻ്റയർ സ്ക്രീനിനെ 12 ഈക്വൽ കോളംസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ബൂട്ട്സ്ട്രാപ്പ് അതാണ് ചെയ്തിട്ടുള്ളത്. അതായത് ബേസിക്കലി നമ്മൾ ഏതൊരു ഡിവൈസ് ആയിക്കോട്ടെ, നമ്മളുടെ ലാപ്ടോപ്സ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ വലിയ മോണിറ്റർ സ്ക്രീൻസ് ആയിക്കോട്ടെ, ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ടാബ്ലറ്റ്സോ അതല്ലെങ്കിൽ ഈവൻ സ്മോളർ ഡിവൈസസ്, ഫോണോ മറ്റുള്ള എന്ത് ഡിവൈസസോ ആയിക്കോട്ടെ, ഈ ഡിവൈസസിലെല്ലാം അതിന്റെ സ്ക്രീൻ വിഡ്ത്ത് എത്രയാന്നുള്ളത് മാറ്റർ അല്ല. എത്ര തന്നെ ആയാലും എല്ലാ സ്ക്രീൻ സൈസസ് സ്ക്രീനിന്റെ വിഡ്ത്തിനെ ഈക്വലി 12 കോളംസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഈ ബൂട്ട്സ്ട്രാപ്പ് ഗ്രിഡ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, എങ്ങനെയാണ് ഈ ഗ്രിഡ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ 12 കോളംസ് എന്തിനാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇതുകൊണ്ടുള്ള മെച്ചം എന്നുള്ള കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഗ്രിഡ് സിസ്റ്റം ഈസ് റെസ്പോൺസീവ്. ഗ്രിഡ് സിസ്റ്റം ആണ് നമ്മുടെ ബൂട്ട്സ്ട്രാപ്പിനെ ബേസിക്കലി നമുക്ക് റെസ്പോൺസീവ് ആക്കാൻ വേണ്ടിയിട്ട് മെയിൻലി ഹെൽപ്പ് ചെയ്യുന്നത്. ആൻഡ് ദ കോളംസ് വിൽ റീഅറേഞ്ച് ഓട്ടോമാറ്റിക്കലി ഡിപ്പെൻഡിങ് ഓൺ ദ സ്ക്രീൻ സൈസ്. ഓക്കെ, അതായത് നമ്മൾ 12 കോളംസ് ആക്കിയിട്ട് ഒരു സ്ക്രീൻ വിഡ്ത്തിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന പക്ഷം അതിൽ ഓരോ എലമെന്റ്സും നമുക്ക് എത്രത്തോളം ഏത് രീതിയിലാണ് വിസിബിൾ ചെയ്യേണ്ടത്, അതിന്റെ ലേഔട്ടുകൾ ഏത് രീതിയിലാണോ നമ്മൾ സ്ക്രീൻ സൈസസിനനുസരിച്ച് ചേഞ്ച് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് ഈ ഒരു കോളം വൈസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട് പറ്റും. എങ്ങനെയാണ് അല്ലെ? ഓക്കെ, നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് നമുക്ക് ബൂട്ട്സ്ട്രാപ്പ് ഈ ഒരു സംഭവ കോൺസെപ്റ്റിനെ സിംപ്ലിഫൈ ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, അതിന് മുന്നേ ആയിട്ട് നമുക്ക് ജസ്റ്റ് ഞാൻ ബോഡിയിൽ കുറച്ച് എലമെന്റ്സുകൾ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഒരു ഡിവ് ക്രിയേറ്റ് ചെയ്തു. ഒന്നല്ല, ഒരു ഓക്കെ, ഒരു 6 ഡിവുകൾ ക്രിയേറ്റ് ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ എന്ത് ചെയ്തു, സ്റ്റൈൽ വെച്ചിട്ട് ഓക്കെ, ബോക്സിന് എന്ത് ചെയ്യണം, സ്റ്റൈൽ ചെയ്യാണ്. ബോക്സിന് വിഡ്ത്ത് ഒരു 50% കൊടുത്തു. ഇതിൻ്റെ ഉള്ളിലൊക്കെ ജസ്റ്റ് ഒരു ബോക്സ് എന്നിട്ട് ടെക്സ്റ്റ് കൊടുത്തു. ഇവിടെ വിഡ്ത്ത് കാര്യങ്ങൾ കൊടുത്തു. ഇനി ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് റൺ ചെയ്യാം. ലൈവ് സെർവറിൽ വന്നിട്ട് ഓപ്പൺ വിത്ത് ലൈവ് സെർവർ ഓപ്പൺ ചെയ്തു. ഓക്കെ, ഇവിടെ റിസൾട്ട് കാണാൻ പറ്റും അല്ലെ, ബോക്സസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അതിന് നമുക്ക് ഈ ബോക്സിനൊക്കെ ഓരോന്നിനും ഓരോ ബാക്ക്ഗ്രൗണ്ട് കളേഴ്സ് ഒക്കെ കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോ അതിന് വേണ്ടിയിട്ട് 2 ബോക്സ് 1 കൊടുത്തു. ബോക്സ് 1 ബാക്ക്ഗ്രൗണ്ട് കളർ റെഡ്, ബോക്സ് 2 ബാക്ക്ഗ്രൗണ്ട് കളർ യെല്ലോ ഗ്രീൻ.
ഓക്കെ, ഇത് രണ്ടും ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഈ ക്ലാസ്സസ് കൂടി ഞാൻ അങ്ങനെ ഓരോന്നിനായിട്ട് സെപ്പറേറ്റ് വിളിക്കുകയാണ്. ബോക്സ് 1, ബോക്സ് 2, ഓക്കെ, ബോക്സ് 1, ബോക്സ് 2, ബോക്സ് 1, ബോക്സ് 2. ഓക്കെ, ഓരോന്നിനും വിളിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് കാണാൻ പറ്റും എലമെന്റ്സ് എല്ലാം ഡിസ്പ്ലേ ചെയ്ത് വന്നിട്ടുള്ളത് അല്ലേ? റിസൾട്ട് കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, ഇനി ഇതേ സംഭവത്തിന് നമുക്ക് എന്ത് ചെയ്യണം? ഒരു സിംഗിൾ ലൈനിലോട്ട് അല്ലെങ്കിൽ ഒരു ഒറ്റ സിംഗിൾ റോയിൽ തന്നെ ഈ എല്ലാ എലമെന്റ്സിനെയും നമുക്ക് കാണിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ബോഡിക്ക് എന്ത് ചെയ്യും? ഡിസ്പ്ലേ ഫ്ലെക്സ് വിളിച്ചാൽ മതി അല്ലേ? ബോഡി ഡിസ്പ്ലേ ഫ്ലെക്സ്. ഓക്കെ, ഇപ്പോ ഈ എല്ലാ ബോക്സസ് അല്ലെങ്കിൽ എല്ലാ എലമെന്റ്സും നമുക്ക് ഒരു സിംഗിൾ റോയിൽ തന്നെ വന്നിട്ട് ഡിസ്പ്ലേ ആയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒരു ബുദ്ധിമുട്ട് വരാനുള്ളത് എന്താ വെച്ചാൽ ഞാൻ ഇതിനൊന്ന് എന്ത് ചെയ്യണം? ഇൻസ്പെക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇതിന്റെ റെസ്പോൺസീവ്നെസ് ഒന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തു, ഇൻസ്പെക്ട് കണ്ടോ, ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള വിൻഡോ ആയിട്ട് മാറും. ഓക്കെ, ഇവിടെ നമുക്ക് ഇവിടെ നമുക്കൊരു ഓപ്ഷൻ കാണാം, ഈ സെക്കൻഡ് ഓപ്ഷൻ കണ്ടോ? ഈ സെക്കൻഡ് ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ടല്ലോ, മൗസ് കാണുന്നില്ലേ? ഈ ഒരു സെക്കൻഡ് ഓപ്ഷന്, അതായത് ഡീഫോൾട്ട് ആയിട്ട് ഇങ്ങനെ ആയിരിക്കും മേ ബി നമ്മുടെ ബ്രൗസറിൽ എന്ത് ചെയ്യുക, ഇൻസ്പെക്ട് ഓപ്പൺ ചെയ്യുമ്പോൾ കാണാം. അതിൽ ഈ ഒരു സെക്കൻഡ് ഓപ്ഷൻ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും, ഈ ഒരു രീതിയിൽ നമുക്ക് വിൻഡോ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു വിൻഡോ ആയിട്ട് ഇതിനെ മാറ്റാൻ പറ്റും. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ജസ്റ്റ് റെസ്പോൺസീവ് എന്ന് പറഞ്ഞ ഈ ഡയമെൻഷൻസ് കണ്ടില്ലേ, ഇതിൽ വന്നിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഡിവൈസ് ടൈപ്പ് നമ്മൾ എന്ത് ചെയ്യുക, ഐഫോൺ SE, ഐഫോൺ XR, ഇത് കണ്ട ഒരുപാട് ഡിവൈസസ് നമുക്ക് കാണാൻ പറ്റും. ഐഫോൺ SE ഞാൻ മാറ്റി കൊടുത്ത സമയത്ത് കണ്ടോ 3, 6 എലമെന്റ്സുകൾ 6 എലമെന്റ്സുകളെ കൊണ്ട് കുറച്ച് കൺജസ്റ്റഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇനിയിപ്പോ ഇതിലും കൂടുതൽ എലമെന്റ്സുകൾ ഉണ്ടെന്ന് കരുതുക, എന്ത് ചെയ്തു, ബോക്സ് 1ഉം ബോക്സ് 2ഉം മാറ്റിയിട്ട് വീണ്ടും കുറച്ചുകൂടി എലമെന്റ്സുകൾ ആഡ് ചെയ്തു. അപ്പോൾ ഈ ഒരു എലമെന്റ്സ് എല്ലാം കൂടി നമുക്ക് നമ്മുടെ ഈ ഒരു വിൻഡോയിൽ കൺജസ്റ്റഡ് ആയിട്ട് വന്നതായിട്ട് കാണാം. നമുക്ക് ആ ടെക്സ്റ്റുകളൊക്കെ കണ്ടോ കൂടി ചേർന്ന് വന്ന പോലെ ആകപ്പാടെ എന്താണ്, കൺജസ്റ്റഡ് ആണ് അല്ലെ? അപ്പൊ ആ കൺജസ്റ്റൻസ് ഒഴിവാക്കാൻ നമുക്ക് കഴിയുമോ? ഇവിടെ കണ്ടോ, ഇപ്പോൾ ചെറിയ സ്ക്രീനിലായാലും വലിയ സ്ക്രീനിലായാലും ഈ പറഞ്ഞ എല്ലാ എലമെന്റ്സും ആ ഒരു സിംഗിൾ ലൈനിലാണ് വരുന്നത്. ഇപ്പൊ ഐപാഡ് പ്രോ ഉണ്ടോ, ഐപാഡ് പ്രോയിലാകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അത്യാവശ്യം സ്പേസ് ഉണ്ട്, കുഴപ്പമില്ല. ഐപാഡ് പ്രോയിലൊന്നും കുഴപ്പമില്ല. ഐപാഡ് മിനിയിലാണെങ്കിലും വലിയ കുഴപ്പമില്ല. പക്ഷെ ചെറിയ ഫോണിലോട്ട് വരുന്ന സമയത്ത് ഫോണിന്റെ സ്ക്രീൻ സൈസസിലോട്ട് ഇത് എന്ത് ചെയ്യുന്നില്ല, ഈസിലി ഓക്യുപ്പൈ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അവിടെ നമുക്ക് ഇതിന്റെ ലേഔട്ടുകൾ ചേഞ്ച് ചെയ്യണം. ഇപ്പോൾ ഞാനൊരു കേസ് കാണിച്ചു തരാം. നമ്മളിപ്പം ഫ്ലിപ്കാർട്ട് ഒക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ടിന്റെ പ്രോഡക്റ്റ് പേജ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഞാൻ ഫ്ലിപ്കാർട്ട് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഫ്ലിപ്കാർട്ട് ഇപ്പോൾ ഇലക്ട്രോണിക്സ് എടുത്തു, അല്ലെങ്കിൽ ഫാഷൻ എടുത്തു. ഓക്കെ, ഫാഷൻ എടുത്തു. ഫാഷനിൽ നമുക്ക് താഴെ വന്ന് നോക്കി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പ്രോഡക്റ്റുകൾ കാണാം. ഇവിടെ ഞാൻ ടീഷർട്ട് എടുത്തു കേട്ടോ. ഇപ്പോ ഈ ഒരു ലേഔട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു റോയിൽ എത്ര ഐറ്റംസുകളാ, ഒരു റോയിൽ എത്ര പ്രോഡക്റ്റ് കാർഡാണ് ഉള്ളത്? 1, 2, 3, 4, 4 അല്ലെ? ഒരു സിംഗിൾ റോയില് 4 പ്രൊഡക്റ്റുകളാണുള്ളത്. ഇനി ഇവിടെ ആണെങ്കിലോ സെക്കൻഡ് ലൈനിലും 4 3 ഒക്കെ എന്താണ് 4 വീതമാണ് വന്നിട്ടുള്ളത്. അതായത് ഒരു സിംഗിൾ റോയില് നമുക്ക് 4 എലമെന്റ്സുകളാണ് നമുക്ക് കാണാൻ പറ്റുക. ഇനി ഇതിനെ നമ്മൾ ഇൻസ്പെക്ട് ചെയ്യണം. റൈറ്റ് ക്ലിക്ക് ചെയ്തു, ഇൻസ്പെക്ട് എടുത്തു. ഓക്കെ, ഇൻസ്പെക്ട് എടുക്കുമ്പോൾ ഇൻസ്പെക്ട് എടുക്കുകയാണ്. ഇനി ഇവിടെ നമ്മൾ നേരത്തെ കണ്ട പോലെ ഡയമെൻഷൻസ് എടുത്തിട്ട് ഐഫോൺ SE ആക്കി മാറ്റുകയാണ്. ആക്കി മാറ്റിയിട്ട് ഇനി ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഒന്ന് റീഫ്രഷ് ചെയ്യാൻ കൊടുക്കുകയാണ് കേട്ടോ. ഐഫോൺ SE ഒന്ന് റീഫ്രഷ് ചെയ്യാൻ കൊടുക്കണം. ഫാഷൻ എടുത്തു, ടീഷർട്ട് എടുത്തു കണ്ടോ. ആ സെയിം പേജ് നമുക്ക് ഒരു റോല് എത്ര എലമെന്റ് ആയിട്ടാണ് കാണിക്കുന്നത്? ഒരു റോല് ഇവിടെ 2 ആയി. നേരത്തെ നമ്മൾ കണ്ടത് എത്രയായിരുന്നു? വലിയ പേജിലോട്ട് വരുന്ന സമയത്ത് 4 വീതമായിരുന്നു. ചെറിയ പേജിലോട്ട് വരുന്ന സമയത്ത് അത് എത്രയായി? ചെറിയ സ്ക്രീനിലോട്ട് വരുന്ന സമയത്ത് അത് എത്ര വീതം കാണിക്കുന്നുണ്ട്? ഒരു റോല് 2 പ്രോഡക്ട്സുകൾ വീതം ഒരു റോല് കാണിക്കുകയാണ്.
അപ്പൊ അവിടെ എന്ത് ചെയ്തു, ഇത്തരത്തിൽ വെബ്സൈറ്റുകളുടെ ലേഔട്ടുകൾ ചേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത്. അല്ലാതെ ഇതിന് പകരം ഫോൺ സ്ക്രീനിലോട്ട് ഒരു വെബ്സൈറ്റ്, ടാബ്ലറ്റിന്റെ സ്ക്രീനിലോട്ട് വേറൊരു വെബ്സൈറ്റ്, അല്ലെങ്കിൽ നമ്മളുടെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുന്ന രീതിയിൽ ആ സ്റ്റൈലിൽ വേറൊരു വെബ്സൈറ്റ്, ഇങ്ങനെ മൾട്ടിപ്പിൾ വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ പോസിബിൾ അല്ല, പ്രാക്ടിക്കൽ അല്ല. അവിടെയാണ് നമ്മൾ ഇതിന്റെ ലേഔട്ടുകൾ ചേഞ്ച് ചെയ്യുക എന്നുള്ളൊരു സംഭവത്തിലോട്ട് കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ലേഔട്ടുകൾ ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെക്സ് ബോക്സസും ഗ്രിഡ് ഒക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യാനുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ സിംപ്ലിഫൈ ചെയ്തിട്ടാണ് നമുക്ക് ബൂട്ട് സ്ട്രാപ്പ് 5 ഗ്രിഡ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പൊ ഇതുപോലെ ഇത്രയും എലമെന്റ്സുകളുണ്ട്. ഇപ്പൊ വലിയ സ്ക്രീനിലോട്ട് ഇത്രയും എലമെന്റ്സുകൾ ഒരുമിച്ച് കാണിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ചെറിയ സ്ക്രീനിലോട്ട് വരുമ്പോൾ ഇതേപോലെ ഇത്രയും എലമെന്റ്സുകൾ നമുക്ക് കാണിക്കണ്ട. മേ ബി ഒരു 4 5 6 മതിയാവും അല്ലെ? 4 6 ആയാലും കുഴപ്പമുണ്ടായിരുന്നില്ല. ഒരു 4 എലമെന്റ്സുകൾ നമുക്ക് ഒരുമിച്ച് കാണിക്കണം എന്ന് കരുതാം. അപ്പൊ ആ രീതിയിലൊക്കെ നമുക്ക് ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അങ്ങനെ ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ടാണ് നമുക്ക് റെസ്പോൺസീവ് ഗ്രിഡ് സിസ്റ്റം യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതൊന്ന് മാറ്റാം. ഓക്കെ, എന്നിട്ട് സ്റ്റൈൽ ഞാൻ അവിടെ ഒഴിവാക്കുന്നുണ്ട്. ഇനി ബൂട്ട് സ്ട്രാപ്പ് ആണ് യൂസ് ചെയ്യുന്നത്. ബേസിക് CSS കളഞ്ഞു. ഇനി ബൂട്ട് സ്ട്രാപ്പ് യൂസ് ചെയ്യണം. ബൂട്ട് സ്ട്രാപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ബൂട്ട് സ്ട്രാപ്പിന്റെ CD ഞാൻ ഇതിൽ ഓൾറെഡി ലിങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ എന്ത് ചെയ്തു, div ക്രിയേറ്റ് ചെയ്തു. ഒരു div ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഈ div ഞാൻ എന്ത് ചെയ്തു, ഒരു ക്ലാസ് കണ്ടെയ്നർ ക്ലാസ് ആക്കിയിട്ട് കൊടുത്തു. കണ്ടെയ്നർ ക്ലാസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ അടുത്ത div കൊടുത്തു. ഈ ഡിവിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്തു, അടുത്ത ക്ലാസ് ആക്കിയിട്ട് റോ എന്ന് പറഞ്ഞ ക്ലാസ് കൊടുക്കുക. ഓക്കെ, ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഗ്രിഡ് സിസ്റ്റം ബൂട്ട് സ്ട്രാപ്പ് 5 ഗ്രിഡ് സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത്. കണ്ടെയ്നർ കൊടുക്കുക, കണ്ടെയ്നറിന്റെ ഉള്ളിൽ റോ കൊടുക്കുക. അതിന് ശേഷം വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഓരോരോ എലമെന്റുകൾ. ഇപ്പോൾ ഡിവിന്റെ 2 കൊടുത്തു. ഇതിന് ക്ലാസ് കോൾ കൊടുക്കുക. എന്താണ് ക്ലാസ്, എന്ത് ചെയ്യുക, കോൾ കൊടുക്കുക. ഇവിടെയും ക്ലാസ് കോൾ കൊടുക്കുക. ഓക്കെ, ഈ 3 ക്ലാസ്സസ് ആണ് നമുക്ക് ഇതിന് ബേസിക് ആയിട്ട് ആവശ്യം വരുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഒരു റോയില് 2 എലമെന്റ്സുകൾ ഉണ്ടെങ്കിൽ, അതായത് ആ 2 എലമെന്റുകളാണ്, ഇതാണ് റോ അല്ലെ, ആ റോയിലുള്ള 2 എലമെന്റ്സുകളാണ് ഒന്നിതും ഒന്നിതും. ഈ 2 എലമെന്റ്സുകൾക്ക് ഈക്വൽ വിഡ്ത്തില് രണ്ടും ഡിസ്പ്ലേ ആവുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് ഈ റോന്റെ വിഡ്ത്ത് എത്രയാണോ അതിന്റെ ഉള്ളില് ഈ 2 എലമെന്റ്സുകളും ഈക്വൽ വിഡ്ത്ത് എടുത്തിട്ട് ഡിസ്പ്ലേ ആവാം. മീൻസ് ഇത് ഹാഫും ഇത് ഹാഫും. ഓക്കെ, അങ്ങനെ ഡിസ്പ്ലേ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ ഇത് സ്റ്റൈൽ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ക്രോമിലോട്ട് വരാം. ഇൻസ്പെക്ടർ ഒക്കെ ഒഴിവാക്കി. ഇവിടെ ഒന്നും കാണില്ല. ഇവിടെ ഞാനൊരു ടെക്സ്റ്റ് കൊടുത്തു, ഹലോ. ഹലോ കൊടുത്തു, കണ്ടോ? അപ്പോ ഇത് വന്നത് എങ്ങനെയാണ്, എവിടെയാണ് എന്നുള്ളത് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുന്നുണ്ടോ? കിട്ടുന്നില്ല. കിട്ടാത്തതിന് കാരണം നമുക്ക് ജസ്റ്റ് ഈ കോളിന് രണ്ടിനും എന്ത് ചെയ്യാം, ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കൂടി കൊടുക്കാം. ബിജി ഡേഞ്ചർ, ബിജി വാണി. ഓക്കെ, കണ്ടോ? ഇനി ഇതിന്റെ ടെക്സ്റ്റിന്റെ കളർ കൂടി വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ടെക്സ്റ്റ് വൈറ്റ്, ടെക്സ്റ്റ് വൈറ്റ്, രണ്ടും കൊടുത്തു. കണ്ടോ? 2 എലമെന്റ്സുകളും നമുക്ക് ഒരു സിംഗിൾ റോല് തന്നെ ആയിട്ട് ഡിസ്പ്ലേ ആയിട്ടുണ്ട് അല്ലെ? കണ്ടില്ലേ? ഇവിടെ നമുക്ക് 2 എലമെന്റ്സുകളും ഞാൻ ഈ ഡിവിന് വിഡ്ത്തോ ഹൈറ്റോ ഒന്നും കൊടുത്തിട്ടില്ല. അതിന് ആവശ്യമുള്ള വിഡ്ത്ത്, അതായത് ഈക്വൽ വിഡ്ത്തിൽ ഡിസ്പ്ലേ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആ കോൾ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിൽ എത്ര എലമെന്റ്സുകൾ നമ്മൾ ആ കോൾ വിളിക്കുന്നുണ്ടോ അതിനനുസരിച്ച് ആ എലമെന്റ്സിനൊക്കെ എന്ത് ചെയ്യും, അവൈലബിൾ ആയിട്ടുള്ള സ്പേസ് ഈക്വൽ വിഡ്ത്തിൽ ഡിസ്പ്ലേ ആവും. ഇപ്പൊ ഇവിടെ ഞാൻ രണ്ട് എലമെന്റുകളാണ് എനിക്ക് ഈക്വൽ വിഡ്ത്തിൽ കാണിക്കേണ്ടത്. അതിനെ കൊണ്ട് ഞാൻ 2 എലമെന്റുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ഇതേപോലെ തന്നെ മൂന്നാമത്തെ എലമെന്റ് കൂടി, 3 എലമെന്റ്സിനെ ഒരേ ഈക്വൽ വിഡ്ത്തിൽ കാണിക്കണം എന്ന് കരുതാം. ഞാൻ സെയിം ആ മൂന്നാമത്തെ എലമെന്റ് കൂടി ഞാൻ ടൈപ്പ് ചെയ്ത് കാണിച്ചിട്ടാ. മൂന്നാമത്തെ എലമെന്റ് കൂടി ഞാൻ ആഡ് ചെയ്യാണ്. ഓക്കെ, ഓക്കെ, അവിടെ വന്നതായിട്ട് കാണില്ല. ഇവിടെ ക്ലാസ് കൊടുക്കുക, ക്ലാസ്സിനൊരു കോഡ് കൊടുക്കുക. കോഡ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് സാധനം വന്നിട്ടുണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യണം, ബാക്ക്ഗ്രൗണ്ട് ബിജി ഡേഞ്ചർ കൊടുത്തു. കണ്ടോ?
അപ്പൊ 3 എലമെന്റ്സ് വന്നിട്ടുണ്ട്. അപ്പൊ മൂന്നിനും എന്താണ് ഈക്വൽ സ്പേസ് ആണ് എടുത്തിട്ടുള്ളത്. ഇനി 4 ഈക്വൽ സ്പേസ് എടുക്കണമെങ്കിൽ 4മതൊരു ചൈൽഡ് കൂടി ഇതിന് റോക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനെന്ത് ചെയ്യുക, കോള് ക്ലാസ് ആഡ് ചെയ്ത് കൊടുക്കുക. മനസ്സിലാവുണ്ടോ? അപ്പൊ ഇത്തരത്തില് നമുക്ക് എത്ര ഈക്വൽ ആയിട്ട് എത്ര എലമെന്റ്സിൽ ക്രിയേറ്റ് ചെയ്യണോ, ഈക്വൽ വിഡ്ത്തിൽ എത്ര എലമെന്റ്സ് ക്രിയേറ്റ് ചെയ്യണോ, അതിനനുസരിച്ച് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ആ കോൾ ക്ലാസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, എല്ലാ എലമെന്റ്സിനും. ഇനി ഇവിടെ നമുക്ക് ഈ പറഞ്ഞ നമ്മളുടെ ബൂട്ട്സ്ട്രാപ്പ് ഗ്രിഡ് സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. 12 കോളം കോൺസെപ്റ്റിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. എങ്ങനെ 12 കോളംസ്? അതായത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്പേസിനെ ബൂട്ട്സ്ട്രാപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, 12 ഈക്വൽ കോളംസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാനിവിടെ 3 കോളംസ് ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തതായിട്ട് കാണിക്കുന്നത് അല്ലെ, 2 റെഡും ഒരു യെല്ലോയും. പക്ഷെ ഇവിടെ 3 കോളംസ് ആണോ ശരിക്കുള്ളത്? അല്ലല്ല, ഇവിടെ നമുക്ക് 12 കോളംസ് നമുക്ക് ശരിക്കും അവൈലബിൾ ആണ്. അത് ഈ 3 കോളംസിന്റെ അതിൽ 3 കോളംസ് ആക്കിയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടാണ് ഉള്ളത്. അതായത് 12 കോളംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ 12നും ഈക്വൽ വിടുത്തായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ 3 കോളംസ്, 2 റെഡും ഒരു യെല്ലോ എലമെന്റും ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ 3ത്തിനും ഒരേ ഈക്വൽ വിടുത്ത് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഓരോന്നിനും ഈക്വൽ നമ്പർ ഓഫ് ക്ലാസ്സസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടാവണം. ഇവിടെ റെഡ് ക്ലാസ് കണ്ടില്ല, അല്ലെങ്കിൽ റെഡ് കളറിലുള്ള എലമെന്റ് കണ്ടല്ലോ, ഈ എലമെന്റിന് നമുക്ക് എത്ര ക്ലാസ്സസ്, എത്ര ബോക്സസ് അല്ലെങ്കിൽ എത്ര കോളംസ് യൂസ് ചെയ്തിട്ടുണ്ടാവണം അല്ലെ? 3 എലമെന്റ് ആണ് ഇവിടെ ഉള്ളത് അല്ലെ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ റെഡ് ബോക്സിൽ ഫസ്റ്റത്തെ റെഡ് ബോക്സ് ഉണ്ടല്ലോ, ഫസ്റ്റത്തെ റെഡ് ബോക്സിന് നമുക്ക് 12 കോളത്തിന് എത്ര എലമെന്റ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ 12 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുമ്പോൾ എത്ര, ഓരോ കോളത്തിനും എത്ര കോളംസ് വീതം യൂസ് ചെയ്തിട്ടുണ്ടാവും ഉണ്ടോ? ഈ റെഡിനപ്പം 4 കോളംസ് ഓക്യുപ്പൈ ചെയ്തിട്ടുണ്ടാവും, യെല്ലോക്കും 4 കോളംസ് ഓക്യുപ്പൈ ചെയ്തിട്ടുണ്ടാവും, ഇതിനും 4 കോളംസ് ഓക്യുപ്പൈ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ 4 + 4 8 + 4 എത്രയാ, 12. അപ്പൊ ഈ ഒരു രീതിയിൽ നമുക്ക് എലമെന്റ്സിനെ, അതായത് ടോട്ടൽ 12 കോളംസ് ആണ് ഉള്ളത്. ആ 12 കോളംസിന് നമുക്ക് 3 എലമെന്റ്സിനായിട്ട് വീതിച്ചു കൊടുക്കണം. അതാണ് നമുക്ക് ആവശ്യം. അത് 12 കോളംസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ടത് എന്താണ്, ആ റോയിൽ 3 എലമെന്റ്സുകൾ മാത്രമാണ്, 3ന് ഈക്വൽ വിഡ്ത്താണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ പോലെ LHനും കോൾ ക്ലാസ് യൂസ് ചെയ്യാം. അങ്ങനെ കൊടുക്കുന്ന പക്ഷം എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിന് 12ന് 3 എലമെന്റ്സ് ആണെന്നുണ്ടെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള 12 കോളത്തിന് 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എത്ര കിട്ടും, 4 കിട്ടും. ഈ 4 നമ്പർ ഓഫ് കോളംസ് ഓരോ ഈച്ച് എലമെന്റിന് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈക്വൽ വിഡ്ത്തിൽ കിട്ടൂലേ? ഇതും എന്താണ്, 4 കോളംസ് ആണ്, ഇതും 4 കോളംസ് ആണ്, ഇവിടെയും 4 കോളംസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് എന്ത് ചെയ്യണത്, ബൂട്ട്സ്ട്രാപ്പ് ഗ്രിഡ് സിസ്റ്റം വർക്ക് ചെയ്യണത്. ഓക്കെ, ഇനി ഇവിടെ ഞാൻ 3 കോളംസ് ഉള്ളത് 2 കോളംസിനെ ആക്കുകയാണ്, ബാക്കി കുറച്ചും കൂടി എക്സാമ്പിൾസ് പറയാൻ വേണ്ടിട്ടാ. ഓക്കെ, അപ്പൊ ഇവിടെ ആണെങ്കിലോ ഇപ്പോ 2 എലമെന്റ്സുകൾ മാത്രമേ ഉള്ളൂ. 12 അവൈലബിൾ ആയിട്ടുള്ള 12 കോളംസിനെ നമുക്ക് 2 എലമെന്റ്സിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, 2 എലമെന്റ്സിന് വേണ്ടിയിട്ട് കൊടുത്തു. അപ്പൊ അങ്ങനെ ആവുമ്പോൾ അതിന് 2 എലമെന്റ്സിന് വേണ്ടിയിട്ട് നമുക്ക് ഈക്വലി കൊടുക്കുക എന്ന് പറയുമ്പോൾ അവൈലബിൾ ആയിട്ടുള്ള 12 എലമെന്റ്സിനെ ഈക്വലി 2 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. എത്രയാ, അപ്പൊ 12 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 6. അതായത് ഈച്ച് കോളം അല്ലെങ്കിൽ ഈച്ച് എലമെന്റ്, ഓരോ എലമെന്റിനും എത്ര വീതം എടുത്തിട്ടുണ്ടാവും, 6 കോളംസ് വീതം കൺസ്യൂം ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് ഒന്നിൽ കൂടുതലോ ഒന്നിൽ കുറവോ ആവണമെന്ന് കരുതാം. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫിക്സഡ് സൈസ് നമുക്ക്, അല്ലെങ്കിൽ ഫിക്സഡ് കോളംസ് നമുക്ക് ഓരോ എലമെന്റിനും സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എനിക്ക് ഇതിന് വിഡ്ത്ത് കുറവും ഇതിന് വിഡ്ത്ത് കൂടുതലും വേണം കരുതാം. അങ്ങനെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ കോളിന് ആദ്യത്തെ എന്ത് ചെയ്യാം, 4 കൊടുക്കുക, കോൾ 8 കൊടുക്കുക. ഓക്കെ, കോൾ 4ഉം കോൾ 8ഉം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, ഇതിന് എന്ത് വന്നിട്ടുണ്ട്, ഇവിടുത്തെ കുറഞ്ഞു, ബാക്കിയുള്ള ഇവിടുത്തെ എന്ത് ചെയ്തു, ഇതിന് കൊടുത്തു. മീൻസ് ഇവിടെ 4ഉം ഇവിടെ 8ഉം. അപ്പൊ 8 + 4 എത്രയാ, 12. ടോട്ടൽ 12 കോളംസ് ഉള്ളതിൽ ഇവിടെ 4 കോളംസും കൊടുത്തു, ഇതിൽ 8 കോളംസും കൊടുത്തു. ഓക്കെ, അപ്പൊ ടോട്ടൽ 12 കോളംസും കൺസ്യൂം ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? ഇനി വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക്. ഇവിടെ നമുക്ക്
2 ആക്കാം, ഇവിടെ 10 ആക്കാം. കണ്ടോ? അപ്പൊ ഇവിടെ ചെറിയ ആകെ 2 കോളംസ് മാത്രമേ യൂസ് ചെയ്തിട്ടാണ്, അവൈലബിൾ ആയിട്ടുള്ള 2 കോളംസ് മാത്രമേ യൂസ് ചെയ്തിട്ടാണ് ഹലോ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള, ആദ്യത്തെ റെഡ് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ള എല്ലാ 10 കോളംസും ആര് കൺസ്യൂം ചെയ്തു? യെല്ലോ ഷെയ്ഡ് കൺസ്യൂം ചെയ്തു. മനസ്സിലായോ? അപ്പൊ ഈ രീതിയിൽ നമുക്ക് എലമെന്റ്സുകൾ എന്ത് ചെയ്യാൻ പറ്റും? അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും. ഇനി ഇവിടെ നമുക്ക് മൂന്നാമതൊരു എലമെന്റ് കൂടി ഞാൻ ആഡ് ചെയ്തു. ഇവിടെ ഇപ്പോ 6 കൊടുത്തു. ഓക്കെ, 6 കൊടുത്തു. അപ്പൊ ഇവിടെ ബാക്കി, അതായത് ഇതിന് 2 കോളംസും ഇതിന് 6 കോളംസും, അപ്പൊ 6 2 8. ബാക്കി 4 കോളംസ് ഇനിയും 12 ബാക്കിയാണ്. അപ്പൊ ആ 12 ബാക്കി കോളംസ് നമുക്ക് എന്ത് ചെയ്യാം? ക്ലാസ് കോൾ എത്രയാണ്? ബാക്കി 4 ആണ്. അപ്പൊ 4 കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. BG സക്സസ്. കണ്ടോ? BG സക്സസ്. അപ്പൊ അവിടെ എന്ത് വന്നു? ബോക്സ് വന്നു. പക്ഷെ ആദ്യത്തെ ബോക്സ്, റെഡ് ബോക്സിന്റെ സൈസ് എന്താണ്? എടുത്ത് കുറവാണ്. എല്ലാ ബോക്സിന്റെ എല്ലാം കൂടുതലാണ്. അതിനേക്കാളും 2ന്റെ ഇടക്കാണ് ആരുടെ സൈസ് വരുന്നത്? ഗ്രീനിന്റെ സൈസ് വരുന്നത്. ഓക്കെ, മനസ്സിലാവുണ്ടോ? ഇനി ഇതിലെ റെസ്പോൺസീവ്നെസിന്റെ പ്രത്യേകത എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് ഈ റെസ്പോൺസീവ്നെസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇൻസ്പെക്റ്റിൽ വരിക. ഇൻസ്പെക്റ്റിൽ വന്നിട്ട് നമ്മൾ ഇവിടെ കണ്ടോ, ഈ ഒരു എലമെന്റിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ വിൻഡോ ഡിസ്പ്ലേ ആവും. ഇവിടെ നമുക്ക് ഡൈമെൻഷൻസ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. ഇതിൽ റെസ്പോൺസീവ് എന്നുള്ളത് നമുക്ക് ഏതാണോ ഡിവൈസസ് വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാൻ പറ്റും. iPhone SE ആവാൻ കൊടുത്തു. iPhone SE കൊടുത്തപ്പോൾ എന്ത് ചെയ്തു? ഈ രീതിയിൽ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. XR കൊടുത്തു. ഓക്കെ, എല്ലാം കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഇവിടെ നമുക്ക് കുറച്ചും കൂടി എലമെന്റ്സുകൾ ആഡ് ചെയ്ത് കൊടുത്തു നോക്കാം. ഓക്കെ, കുറച്ചുകൂടി എലമെന്റ്സുകൾ ആഡ് ചെയ്യാം. ഓക്കെ, ഇതിങ്ങനെ ചെറുതാക്കി കൊണ്ടുവരാം. കണ്ടോ? ഇതെന്ത് ചെയ്തു? ഏറ്റവും ഈ ഒരു സൈസിലാവുന്ന സമയത്ത് കണ്ടെയ്നറിന് നമുക്ക് സാധാരണ ഫിക്സഡ് വിഡ്ത്തിൽ എടുക്കുക. അതായത് ഇവിടെ എന്ത് ചെയ്തു? മാക്സിമം വിഡ്ത്ത് ഫിക്സഡ് വിഡ്ത്താണ്. ഈ വിഡ്ത്തിൽ കൂടുതൽ എന്ത് ചെയ്യില്ല? ടോട്ടൽ സ്പേസ് കൺസ്യൂം ചെയ്യില്ല. ഇവിടെ നമ്മൾ ചെറുതാക്കി കൊണ്ടുവരുന്ന സമയത്ത് അതെന്ത് ചെയ്യും? 100% ഒരു പോയിന്റിൽ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യും? 100% വിഡ്ത്ത് കൺസ്യൂം ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് റെസ്പോൺസീവ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല ഇവിടെ കണ്ടോ, ഈ കോള് ഞാൻ ജസ്റ്റ് ഒഴിവാക്കി, 6 ഒഴിവാക്കി, എല്ലാം കോള് കൊടുത്തു. എന്നിട്ട് ഇതിന്റെ കുറച്ചും കൂടി എലമെന്റ്സ് ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി ഇത് ചെറുതാക്കി വരികയാണ്. കണ്ടോ? ഒരു പോയിന്റിൽ എത്തിയപ്പോൾ ഇവിടുന്നൊക്കെ ഓക്കെ, ഇവിടുന്ന് വീണ്ടും ചെറുതായി, ഇവിടുന്ന് വീണ്ടും ചെറുതായി, ഒരു പോയിന്റിൽ എത്തിയപ്പോൾ അത് എന്ത് ചെയ്തു? 2 എലമെന്റ്സ് താഴോട്ട് ചാടി. കാരണം എന്താ വെച്ചാൽ ആ സ്പേസിൽ ഈ ടെക്സ്റ്റുകളെല്ലാം കണ്ടെയ്ൻ ചെയ്തിട്ട്, അല്ലെങ്കിൽ എല്ലാം വിസിബിൾ ആവുന്ന രീതിയിൽ എലമെന്റ്സുകൾ കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയും എലമെന്റ്സുകൾ ഒറ്റ റോല് കണ്ടെയ്ൻ ചെയ്യാതെ ബുദ്ധിമുട്ട് അതിനെ കൊണ്ടാണ് ബാക്കി 2 എലമെന്റ്സുകൾ താഴോട്ട് ജമ്പ് ചെയ്തത്. ഓക്കെ, കുറച്ചും കൂടി വന്നു കഴിഞ്ഞാൽ കണ്ടോ, ഫുൾ വിടുത്തായി. പിന്നെ കണ്ടോ, 3 എലമെന്റ്സ് ചാടി. പിന്നെ കണ്ടോ, 4 എലമെന്റ്സ് താഴോട്ട് ജമ്പ് ചെയ്തു. ഇങ്ങനെ താഴോട്ട് വരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? കണ്ടോ, നമ്പർ ഓഫ് റോസ് കൂടി വരും. ഇവിടെ ജസ്റ്റ് ഇതിലൂടെ ഹലോ ആഡ് ചെയ്ത് നോക്കട്ടെ. ഹലോ ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഫിക്സഡ് സൈസ് എന്തായാലും എടുക്കും. ഓക്കെ, ചെറുതായി കണ്ടോ, കുറച്ച് ചെറുതായി 3 എലമെന്റ്സ് താഴോട്ട് ജമ്പ് ചെയ്തു. കുറച്ചും കൂടി ചെറുതായി 4 എലമെന്റ്സ് താഴെ. ദെൻ മൂന്നാമത്തെ റോ കൂടി ക്രിയേറ്റ് ആയി. കണ്ടോ, നമ്മൾ ചെറുതാവുന്നതിനനുസരിച്ച് എന്ത് ചെയ്തു? അത് ഈ എലമെന്റ്സുകൾ താഴോട്ട് ജമ്പ് ചെയ്ത് വരും. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ നമുക്ക് എലമെന്റ്സുകൾ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലേഔട്ടുകൾ സ്ക്രീൻ സൈസസിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബൂട്ട്സ്ട്രാപ്പ് ഗ്രിഡ് സിസ്റ്റം ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആണ്. ഓക്കെ, അപ്പോൾ റെസ്പോൺസീവ്നെസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രിഡ് സിസ്റ്റം ബേസിക്കലി യൂസ് ചെയ്യണത്. ഓക്കെ, ഇനി ഈ പറഞ്ഞ പോലെ നമ്മൾ
ഫിക്സഡ് കോളംസ്, ഓരോ എലമെന്റ്സും എത്ര കോളംസ് വീതം ഡിസ്പ്ലേ ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് ബ്രേക്ക് പോയിന്റ്സുകളും കൂടി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാൻ പറ്റും. ബ്രേക്ക് പോയിന്റ്സ് ആഡ് ചെയ്യാന്ന് പറയുമ്പോൾ എങ്ങനെ? അപ്പോൾ ഒരു വലിയ സ്ക്രീനിലോട്ട്, ഇപ്പൊ നമ്മൾ ഫ്ലിപ്കാർട്ടിന്റെ ഒരു എക്സാമ്പിൾ നമ്മൾ കാണിച്ചു തന്നു അല്ലെ. ഫ്ലിപ്കാർട്ടിൽ ആ കാർഡ് നമ്പർ ഓഫ് പ്രോഡക്ട്സുകൾ നമുക്ക് ഒരു റോള് ഡിസ്പ്ലേ ചെയ്യുന്നത് വലിയ സ്ക്രീനിലാകുമ്പോൾ 4 വീതം ഉണ്ടായിരുന്നു, ചെറിയ സ്ക്രീനിലോട്ട് വന്നപ്പോൾ 2 ആയി. അപ്പൊ അതെങ്ങനെ ചെയ്യാന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാ, ബാക്കിയുള്ളതൊക്കെ ഞാൻ തൽക്കാലം ഒഴിവാക്കുന്നുണ്ട്, ഷോർട്ട് ആക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, 3 കൊടുത്തു, 3 6 കൊടുക്കുന്നുണ്ട്. ഓക്കെ, കൊടുക്കട്ടെ. ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ കോള് വിളിച്ചിട്ടുണ്ടല്ലോ, കോള് ലാർജ് ആവുന്ന അല്ലെങ്കിൽ കോള് ഏറ്റവും ചെറുതാവുന്ന സമയത്ത് ചെറിയ സ്ക്രീനിലോട്ട് നമുക്ക് എത്ര വേണ്ടത്? 2 അല്ലേ വേണ്ടത്? 2 വേണമെന്ന് പറയുമ്പോൾ, അതായത് ഈക്വൽ 12 കോളത്തിന് നമ്മൾ എന്ത് ചെയ്യണം? ഈക്വലി 2 ഡിവൈഡ് ചെയ്യണം. മീൻസ് അപ്പോൾ ഒന്നിന് എത്ര കോളംസ് എടുക്കേണ്ടി വരും? 6 കോളംസ്. അപ്പൊ ആദ്യത്തിന് നമ്മൾ എത്ര 6 കോളംസ് കൊടുത്തു. ഇനി നേരത്തെ പറഞ്ഞ പോലെ ബ്രേക്ക് പോയിന്റ്സുകൾ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ പോലത്തെ ബ്രേക്ക് പോയിന്റ്സുകൾ നമുക്ക് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അത് SMM, MD, ലാർജ്, XL, XXL പറഞ്ഞ സംഭവങ്ങളില്ലേ. അപ്പൊ അത്തരത്തിലുള്ള ബ്രേക്ക് പോയിന്റ്സുകൾ അതെങ്ങനെ കൊടുക്കാന്ന് വെച്ചാൽ, ഇനി വലിയ സ്ക്രീനിലോട്ട്, ലാർജ് സ്ക്രീൻ അല്ലെങ്കിൽ മീഡിയം സ്ക്രീൻ ഏതായാലും വേണമെങ്കിൽ നമുക്ക് എങ്ങനെയാണോ നമ്മുടെ റിക്വയർമെന്റ് അതിനനുസരിച്ച് കൊടുക്കാം. ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു, കോൾ MD കൊടുത്തു. ഓക്കെ, കോൾ MDയിലാവുമ്പോൾ ഇവിടെ ഏറ്റവും ചെറുതാകുമ്പോൾ നമുക്ക് എത്ര കൊടുക്കാം? 1 കൊടുക്കാം. ഓക്കെ, അതായത് ഏറ്റവും ചെറിയ സ്ക്രീനിൽ നമുക്ക് ഒറ്റ ഐറ്റം മാത്രം എന്ത് ചെയ്യാം, ഒരു റോള് കാണിക്കാം. അതിന്റെ നേരെ വലിയ സ്ക്രീനിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, 2 കാണിക്കാം. അതിന്റെ വലിയ സ്ക്രീനിലോട്ട് നമുക്ക് 3 കാണിക്കാം. 3 കാണിക്കുക എന്ന് പറയുമ്പോൾ 4. ഓക്കെ, അതായത് 12 കോളംസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ ഏറ്റവും ചെറിയ സ്ക്രീനിലോട്ട് നമ്മൾ എത്ര യൂസ് ചെയ്തു? 12 യൂസ് ചെയ്തു. മീഡിയം സ്ക്രീനിലോട്ട് നമ്മൾ എത്ര യൂസ് ചെയ്തു? ഒരു എലമെന്റിന് 6 യൂസ് ചെയ്തു. അപ്പോൾ ഒരു എലമെന്റിൽ ഒരു റോയിൽ നമുക്ക് എത്ര കണ്ടെയ്ൻ ചെയ്യാൻ പറ്റും? 6 ആണെങ്കിൽ 12 കണ്ടെയ്ൻ ചെയ്തൂടെ അല്ലെ? അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ റോല് അല്ല, അതായത് വലിയ സ്ക്രീനിലോട്ട്, അതിന് മീഡിയത്തിനേക്കാൾ വലിയ സ്ക്രീൻ, ലാർജ് സ്ക്രീനിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ 4 കോളംസ് ആണ് യൂസ് ചെയ്യുന്നത്. 4 കോളംസ് യൂസ് ചെയ്യുന്ന പറയുമ്പോൾ ടോട്ടൽ 12 ഉണ്ട്. അതിൽ ഒന്നിനും 4 കോളംസ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര എലമെന്റ് അതിൽ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റും? 3 എലമെന്റ്സ് നമുക്ക് അതിൽ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റും. 12 ഡിവൈഡഡ് ബൈ 4 എത്ര? 3. അപ്പൊ 3 എലമെന്റ്സ് നമുക്ക് അതിൽ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റും. ഇനി അതിന്റെ ഔട്ട്പുട്ട് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അവിടെ നമുക്ക് കാണാൻ പറ്റും, കണ്ടോ? ഇതിലെന്ത് ചെയ്തിട്ടുണ്ട്? വലിയ സ്ക്രീനിലോട്ട് നമ്മൾ എത്ര എടുത്തെടുക്കണം എന്നാ പറഞ്ഞത്? ലാർജിലോട്ട് 4 കോളംസ് യൂസ് ചെയ്യണം. ഇവിടെ 4 കോളംസ് യൂസ് ചെയ്തിട്ടാണ് ഇത് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതേ സ്റ്റൈലിൽ ഞാൻ എല്ലാത്തേക്കും ഒന്ന് കോപ്പി ചെയ്യണേ. ഓക്കെ, അപ്പൊ കണ്ടോ, ഇൻസ്പെക്ടർ എടുത്തു കണ്ടോ. ഇപ്പൊ 12 ഇപ്പൊ വലിയ സ്ക്രീനിലാണുള്ളത്. വലിയ സ്ക്രീനിലായപ്പോ നമുക്ക് എന്ത് ചെയ്തു? ഓരോന്നിനും 4 വീതം എടുത്തു. 4 വീതം കോളംസ് കൺസ്യൂം ചെയ്യാന്ന് പറയുമ്പോൾ ബാക്കി അപ്പൊ 3 ആയിരിക്കും ഒരു റോള് ഡിസ്പ്ലേ. അങ്ങനെ 3 ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇനി താഴോട്ട് ഇങ്ങനെ ചെറുതാവുന്നതിനനുസരിച്ച് മീഡിയത്തിലോട്ടാകുമ്പോ എത്രയാണ്? 2. കണ്ടോ, മീഡിയത്തിലോട്ടാകുമ്പോൾ മീഡിയം സൈസിലോട്ട് വരുന്ന സമയത്ത് കോൾ MD 6 കൊടുത്തത്. 6 എന്ന് പറയുമ്പോൾ ഒരു എലമെന്റിന് 6 കോളംസ് യൂസ് ചെയ്യുക. അപ്പൊ ടോട്ടൽ 12 കോളംസ് ഉള്ളത്. അതിൽ ഒരു എലമെന്റിന് 6 കോളംസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എത്രത്തിനുള്ള സ്പേസ് ഉള്ളത്? സ്വാഭാവികമായിട്ടും ഒരു 6 കൂടി ഉണ്ടാവും അല്ലെ. അപ്പൊ ആ 6 കൂടി കണ്ടെയ്ൻ ചെയ്തിട്ട് അല്ലെങ്കിൽ കൺസ്യൂം ചെയ്തിട്ടാണ് നെക്സ്റ്റ് എലമെന്റ് ഡിസ്പ്ലേ ചെയ്തത്. ഇനിയും ചെറുതാവുന്ന സമയത്തോ കണ്ടോ, വീണ്ടും ചെറുതാവുന്ന സമയത്ത് ഒരു എലമെന്റിന് ഒരു റോ ഫുൾ ആയിട്ട് എടുത്തു. ഓക്കെ, മീൻസ് കോൾ 12 കൊടുത്തു. അപ്പോൾ ഇതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലേഔട്ടുകൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഇതാണ് ബ്രേക്ക് പോയിന്റ് എന്ന് പറയുന്നത്. മീഡിയം, ലാർജ്, അതുപോലെ തന്നെ ജസ്റ്റ് കോൾ, ഈ രീതിയിൽ കോള്
കോൾ മീഡിയം, കോൾ ലാർജ്. ഇതിനനുസരിച്ച് നമുക്ക് ബ്രേക്ക് പോയിന്റ് ആഡ് ചെയ്യാം. കോൾ എക്സലും കൊടുക്കാൻ പറ്റും കേട്ടോ. കോൾ എക്സൽ കൊടുക്കാം, കോൾ ഡബിൾ എക്സൽ കൊടുക്കാം. അത് ഞാനിവിടെ കാണിച്ചു തരാം. കണ്ടോ, കോൾ ഉണ്ട്, കോൾ SM ഉണ്ട്, കോൾ MD ഉണ്ട്, കോൾ ലാർജ് ഉണ്ട്, കോൾ XL ഉണ്ട്, കോൾ ഡബിൾ XL ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നേരത്തെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെയാണ്. 526 പിക്സലിന് താഴെയാണെങ്കിൽ കോള്, അതോ 526 അതിൽ കൂടുതലാണെങ്കിൽ കോൾ SM, അതിലും കൂടുതലാണെങ്കിൽ 768 കൂടുതലാണെങ്കിൽ 768 കൂടുതലാണെങ്കിൽ MD. ഇതിനനുസരിച്ച് എന്ത് ചെയ്യും, ഇതിന്റെ ബ്രേക്ക് പോയിന്റ്സുകൾ മാറ്റം വരും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തിനുള്ളത്, നമ്മുടെ ബേസിക് ഗ്രിഡ് സിസ്റ്റത്തിൽ കവർ ചെയ്യാനുള്ളത്. അപ്പോൾ ഒരു എലമെന്റ്സിന് എന്താണ് 12 കോളംസ് ഗ്രിഡ് സിസ്റ്റം എന്നുള്ളത്, അല്ലെങ്കിൽ ബൂട്ട്സ്ട്രാപ്പ് ഗ്രിഡ് സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള പാർട്ടാണ്, എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ചോദിച്ച് മനസ്സിലാക്കി ക്ലിയർ ചെയ്യുക. ഓക്കെ, ദെൻ അതുപോലെ തന്നെ മൾട്ടിപ്പിൾ എലമെന്റ്സുകൾ ഒരു റോ തന്നെ, സിംഗിൾ എലമെന്റ്സ് ഒരു റോയിൽ തന്നെ കണ്ടെയ്ൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതും അതിനൊക്കെ ഈക്വലി ഡിസ്പ്ലേ ചെയ്യുന്നതും, അതെല്ലാം കൂടുതൽ ഒന്നിന് വലിയ സൈസ് വേണം, അതല്ലെങ്കിൽ മറ്റിന് കുറച്ച് സൈസ് മതി അല്ലെ. ഒരു റോ തന്നെ 2 സൈസിലുള്ള എലമെന്റ്സുകൾ ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ കോളംസിന്റെ കൺസംഷൻ എങ്ങനെയാണ് വരിക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും മസ്റ്റായിട്ടും ചോദിച്ചറിയാം. പിന്നെ ബ്രേക്ക് പോയിന്റ്സിന്റെ കാര്യങ്ങൾ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇന്നത്തെ കാലത്ത് ഒരു മൊബൈൽ ഫസ്റ്റ് വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എല്ലാവരും മേജർ കേസസിൽ നമ്മൾ വെബ്സൈറ്റുകൾ ആക്സസ് ചെയ്യുക ഫോൺ ത്രൂ ആയിരിക്കും. എല്ലാവരും ലാപ്പ് യൂസ് ചെയ്തിട്ട് മാത്രമല്ല വെബ്സൈറ്റുകൾ ഓപ്പൺ ചെയ്യുക. അപ്പോൾ മൊബൈൽ ഫസ്റ്റ് വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ വെബ്സൈറ്റുകൾ റെസ്പോൺസീവ് ആവണം. റെസ്പോൺസീവ് ആക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് ഏതാണോ അത് നമ്മൾ എന്ത് ചെയ്യണം, ട്രൈ ഔട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ബൂട്ട്സ്ട്രാപ്പ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രിഡ് സിസ്റ്റം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റെസ്പോൺസീവ് ആയിട്ടുള്ള വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. ഈ ഒരു സെഷൻ നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് സെഷനിൽ നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.